കഥ ഭർത്താവ് ഭാഗം 75. ഗോപിനാഥൻ തൊട്ടരികിൽ നിൽക്കുകയായിരുന്ന ശകുന്തളയപ്പച്ചിയെ നോക്കിയിട്ട് ചെന്ന് മനോഹരനെ പിടിച്ചെണീൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല, അവിടെ കിടക്കുന്ന അവൻ്റെ വിസർജ്യമെല്ലാം കോരിക്കളഞ്ഞ ശേഷം ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ടുവന്ന് ഡെറ്റോൾ ഒഴിച്ച് അവിടെയെല്ലാം തുടച്ചിടുകയും വേണം, കേട്ടല്ലോ. അയാൾ കോപം വന്നിട്ടെന്നോണം കൈകൾ കൂട്ടി ഞെരിച്ചു. പിന്നോടാ, നീ ആജ്ഞാപിച്ചാലുടൻ ജോലി ചെയ്യാൻ ഇരിക്കുവല്ലേ ഞാൻ. അവൻ കിടന്നുറങ്ങുന്ന നേരത്ത് അവിടെങ്ങാണ്ടൊന്ന് തുപ്പുകയോ മറ്റോ ചെയ്തു പോയി. അതിനാണോടാ ഗോപി നീ എന്നെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്? അവൻ തുപ്പിയതാണോ ചേച്ചി അവിടെ അത്രയും മാലിന്യം വീണ് കിടക്കുന്നത്? മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവന് പുറത്തെങ്ങാനും പോയി കിടക്കാൻ മേലായിരുന്നോ? സാഹചര്യം പോലും നോക്കാതെ പോയി മൂക്കുമുട്ടെ കുടിച്ചിട്ട് വന്ന് ഒരു വീട് മുഴുവൻ വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. ഛർദ്ദിച്ച് നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് ബെഡിൽ നിറയെ മുള്ളിയും വെച്ചേക്കുന്നു. ഇവനൊരു മനുഷ്യനാണോ? ഇപ്പം വിളിച്ചു കൊണ്ടിറങ്ങിക്കോണം ഇവൻ ഈ വീട്ടിൽ നിന്ന്. അവന് ബോധമില്ലെങ്കിൽ ചേച്ചി തോളിൽ ചുമ്മിക്കൊണ്ട് പോയിക്കോണം. മനസ്സിലടാ ഇറങ്ങാൻ. ഈ വീട്ടിൽ നിന്ന് ശകുന്തളയോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരടാ? നിനക്കിവിടെ എന്താടാ അവകാശം? സരോജിനി ജീവനോടിരുന്നപ്പോൾ ഈ വീടിൻ്റെ 7 അയലത്ത് അടുപ്പിക്കാത്തവനായിരുന്നു. സരോജിനിയുടെ മണ്ട മറിഞ്ഞതോടെ വന്ന് നിന്ന് കുരക്കുന്നു കണ്ടില്ലേ. നിൻ്റെ ഭരണമൊക്കെ അങ്ങ് തടിക്കൽ മതി എൻ്റെ കെട്ടിയോടടുത്ത്. അതൊന്നും ഇങ്ങോട്ടെടുക്കല്ലേ ഗോപി. ശകുന്തള വകവെച്ച് തരികയില്ല, പറഞ്ഞില്ലെന്ന് വേണ്ട. അവനൊരു ഭരണക്കാരൻ വന്നിരിക്കുന്നു. ശകുന്തളയപ്പച്ചി അയാളെ നോക്കി കാറി തുപ്പി. അവരുടെ കണ്ണുകളിൽ ഗോപിനാഥനുള്ള പക കാണാമായിരുന്നു. ചേച്ചി, ഒരൊറ്റ തവണ കൂടി ഞാൻ പറയുക, അവനെ പിടിച്ചെണീപ്പിച്ച് പുറത്തു കൊണ്ടുപോയാൽ ചേച്ചിക്ക് കൊള്ളാം. അല്ലെങ്കിൽ എന്താ ഞാൻ ചെയ്യുകയെന്ന് എനിക്ക് പോലും അറിയില്ല. ഗോപിനാഥൻ അവർക്ക് നേരെ വിരൽ ചൂണ്ടി. അയാളുടെ ചൂണ്ടുവിരൽ തുമ്പ് കോപം കൊണ്ട് വിറയുന്നുണ്ടായിരുന്നു. നീ അറിയണ്ട, അവൻ ഉറക്കമുണർന്നു കഴിയുമ്പോൾ തനിയെ എണീറ്റ് വന്നോളും. അത് കഴിഞ്ഞ് ലേഖയോ സുനിതയോ മുറി തുടച്ചിട്ടോളും. അതിനുവേണ്ടി എൻ്റെ അപ്പച്ചി ബുദ്ധിമുട്ടണ്ട. കാര്യം കഴിഞ്ഞല്ലോ. നിന്റെ വർത്തമാനം കേട്ടാൽ തോന്നുമല്ലോടാ ഗോപി, ഈ ലോകത്ത് ആദ്യമായിട്ട് ഒരാൾ മദ്യപിച്ചിട്ട് ഇത്തിരി ഛർദ്ദിക്കുന്നതെന്ന്. മനോഹരൻ അവൻ്റെ വീട്ടിൽ കിടന്ന് ഛർദ്ദിക്കുമ്പോൾ എത്രയോ തവണ അവൻ്റെ പെണ്ണുമ്പിള്ള മുറിക്കകം വൃത്തിയാക്കിയേക്കുന്നു. അവൾക്കതിന് ഒരു മടിയുമില്ലായിരുന്നല്ലോ. ഇവിടെ പെണ്ണുങ്ങളുണ്ടല്ലോടാ, അവർ വൃത്തിയാക്കിയിട്ടോളും മുറി. അതിന് നീ മുട്ട പൊട്ടണ്ട. തീർന്നല്ലോ നിൻ്റെ പ്രശ്നം. ഗോപിനാഥൻ പുറത്തേക്ക് ചെന്ന് ഒരു തോർത്തുകൊടുത്ത് മുക്കും വായും മൂടിയ ശേഷം തലയ്ക്ക് പിന്നിൽ കെട്ടിവെച്ചു. പിന്നെ നേരെ നടന്ന് മനോഹരൻ കിടക്കുന്നതിനടുത്ത് വന്ന് അവൻ്റെ കൈ ഒരു ബെഡിന് വെളിയിലേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്നു. ആ കൈയിൽ പിടിച്ച് അയാൾ അവനെ നിലത്തേക്കിട്ടു. ഉറക്കത്തിനിടയിൽ ഭൂമി കുലുക്കമുണ്ടായതുപോലെ ഞെട്ടി ഉണർന്ന മനോഹരൻ അവിടെ കിടന്ന് പേടിച്ച് നിലവിളിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അവന് പിടികിട്ടിയില്ല. നീ എൻ്റെ കൊച്ചിനെ കൊല്ലുവല്ലടാ കാല, വിടടാ അവൻ്റെ കയ്യിൽ നിന്ന്. ശകുന്തളയെപ്പറ്റി ഓടി വന്ന് അയാളെ തടയാൻ നോക്കിയെങ്കിലും ഗോപിനാഥൻ ഒരു കൈകൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി മാറ്റി. ഗോപിനാഥൻ അവനെ നിലത്തൂടെ വലിച്ചു പുറത്തു കൊണ്ടുവന്ന് ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുയർത്തി പടക്കം പൊട്ടുന്ന ഒച്ചയിൽ അവൻ്റെ കവിളത്തൊരെണ്ണം കൊടുത്തു. മനോഹരൻ നിന്ന നിൽപ്പിൽ ഒന്ന് കറങ്ങി തിരിഞ്ഞു ഗോപിനാഥന് അഭിമുഖമായി നിന്നു. അപ്പോഴേക്കും ശകുന്തളയപ്പച്ചി ഓടി മനോഹരൻ്റെ മുമ്പിൽ കയറി നിന്നു. എന്ത് പോക്കിത്തരമാടാ നീ കാണിക്കുന്നത്? നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എൻ്റെ കൊച്ചിൻ്റെ കണ്ണിൽ ചോരയില്ലാതെ തല്ലിച്ചതച്ചത്? അവർ ചീറി. തല്ലിച്ചതച്ചില്ല, ഒരെണ്ണം കൊടുത്തേയുള്ളൂ. ഇനി എന്നെക്കൊണ്ട് നിങ്ങൾ അത് ചെയ്യിപ്പിക്കരുത്. കൂടപ്പിറപ്പും അവരുടെ മകനുമാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഇപ്പോൾ ഇറങ്ങിക്കോണം ഇവിടെ നിന്ന്, അമ്മയും മോനും. ഇറങ്ങിക്കോണം. ഇവിടെ കൂടിക്കളായുമെന്ന് കരുതി വാരിക്കെട്ടിക്കൊണ്ടുവന്ന സർവ്വ സാധന സാമഗ്രികളും എടുത്തുകൊണ്ട് വേണം പോകാൻ. നിൻ്റെ ഭരണമൊക്കെ നിൻ്റെ വീട്ടിൽ വരുമ്പോൾ മതി. സരോജിനി പോയ സ്ഥിതിക്ക് ഇനി ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. അതിനിവിടെ നിൻ്റെ സഹായം വേണ്ട. ഞാനും എൻ്റെ മോനും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ഇനി കഴിയാൻ പോകുന്നത് ഈ വീട്ടിലാണ്. ആരും ഇല്ലെന്നൊരു തോന്നൽ സരോജിനിയുടെ കൊച്ചുങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആ ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരടാ പട്ടി? നീ ഇറങ്ങിക്കോണം ഇവിടെ നിന്ന്. ഇനി ശകുന്തള തീരുമാനിക്കും നിൻ്റെ സേവനം ഇവിടെ തുടരണോ വേണ്ടോ എന്ന്. അവൻ പറയുന്നത് കേട്ടില്ലേ, ഞാൻ ഇറങ്ങിപ്പോകാൻ. ഇക്കണക്കിന് നിൻ്റെയൊക്കെ വീട്ടിലോട്ട് ഒരു നേരത്തെ അന്നം തേടി വന്നാൽ എന്തായിരിക്കുമെടാ ഗോപി എൻ്റെ അവസ്ഥ? അപ്പച്ചി, അതുവരെ എല്ലാം കേട്ടുന്ന ശ്രീലേഖ വിളിച്ചു. നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോടി മോളെ? നീ കേട്ടില്ലാടി എങ്ങാണ്ട് നിന്ന് ഇറങ്ങിക്കയറി വന്ന ഇവൻ അപ്പച്ചിയോട് പറഞ്ഞത്? ഞാനും എൻ്റെ മോനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണമെന്ന്. എന്നിട്ട് വേണം അവനിവിടെ നിങ്ങളെ ഭരിക്കാൻ. നല്ല 4 കുണം കൊടുക്കടി മോളെ അവന്. അവൻ്റെ ഒരു സഹായം നിങ്ങൾക്കിനി ആവശ്യമില്ലെന്ന് പറഞ്ഞേക്ക്. അപ്പച്ചി ഉണ്ടടി മോളെ ഇനി നിങ്ങളുടെ കൂടെ. അവൻ നിന്ന് വിറയ്ക്കുന്ന കണ്ടില്ലേ.
എൻ്റെ കൊച്ചിനെ അടിച്ചിട്ട് അവൻ്റെ മറ്റിടത്തെ വിറയൽ. ശകുന്തളയപ്പച്ചി പല്ലുകൾ ഞെരിച്ചു. ശ്രീലേഖ മുൻപോട്ട് വന്ന് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന 3 സഞ്ചയന കാർഡുകൾ ശകുന്തളയപ്പച്ചിക്ക് നേർക്ക് നീട്ടി. ആ കാർഡിലേക്കും ശ്രീലേഖയുടെ മുഖത്തേക്കും അവർ മാറി മാറി നോക്കി. ഒന്നിനോടും ആരോടും പൊരുത്തപ്പെടാൻ ഞാൻ തയ്യാറല്ല എന്നൊരു ഭാവമായിരുന്നു ശ്രീലേഖയുടെ മുഖത്ത്. പിടിക്ക്, അവൾ പറഞ്ഞു. എന്താ ഇത്? അവർ ചോദിച്ചുകൊണ്ട് ആദ്യമൊന്ന് കൈനീട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ കൈ പിൻവലിച്ചു. അമ്മയുടെ സഞ്ചയനക്കുറി. ഇതെന്തിനാ ഇപ്പോൾ എനിക്ക്? അമ്മയുടെ അടക്കത്തിന് വന്നവർക്കെല്ലാം മടങ്ങിപ്പോകും മുൻപേ ഇവിടെ വെച്ച് തന്നെ കുറി കൊടുത്തിരുന്നു. അപ്പച്ചിക്കും മനോഹരേട്ടനും മംഗളേട്ടനുമാണ് ഇനി കിട്ടാനുള്ളത്. അപ്പച്ചി തന്നെ മനോഹരേട്ടനും മംഗളേട്ടനും കൊടുത്തേക്കണം. ഞങ്ങൾക്കെന്തിനാ കുറി തരുന്നത്? ഞങ്ങളിവിടെ നിൻ്റെ കൂടെ ഇല്ലേ? മംഗളനോട് ആണെങ്കിൽ നീ ഫോണിൽ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി, 2 ദിവസം മുമ്പേ അവനിങ്ങി വന്നോളും. അങ്ങനെ വിളിച്ചു പറയുന്നത് ശരിയല്ലല്ലോ. അപ്പച്ചി എന്തായാലും പോവല്ലേ, അപ്പോൾ അപ്പച്ചി നേരിട്ട് കൊടുത്താൽ മതി. ഞാൻ പോവാന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാനെങ്ങും പോണില്ല. പിന്നെ ഇവിടെ അത്രയും സൗകര്യമൊന്നുമില്ലെങ്കിലും നാളെ ഇങ്ങോട്ട് വരാനിരിക്കുന്ന മനോഹരൻ്റെ ഭാര്യയോട് വരണ്ടാന്ന് വിളിച്ചു പറയാം. അല്ലാതെ ഞങ്ങൾ പോണില്ല. പറ്റില്ല അപ്പച്ചി, ശ്രീലേഖ പറഞ്ഞു. നിങ്ങളെ 2 ആളെയും കൂടി താങ്ങാനുള്ള ശേഷി ഈ വീടിനില്ല, പ്രത്യേകിച്ച് എനിക്ക്. തുറന്നു പറയാമല്ലോ, എനിക്ക് മാത്രമല്ല സുനിതയ്ക്കും ശ്രീകുട്ടനുമൊന്നും അപ്പച്ചി ഇവിടെ നിൽക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ശ്രീലേഖ ഒരു സന്ധിക്കും തയ്യാറല്ലാത്ത മട്ടിൽ പറഞ്ഞു. അതെന്നെ ഏർപ്പാടിയിലേക്ക്. മനോഹരൻ ഷർട്ടിൻ്റെ കൈ തെറുത്ത് കയറ്റിക്കൊണ്ട് മുന്നോട്ട് വന്നു. ഞാനും അമ്മ ഇങ്ങോട്ട് പോരുന്നതിന് മുൻപേ അവിടെ എല്ലാവരോടും പറഞ്ഞിട്ടല്ലേ പോകുന്നത് ഞങ്ങൾ ഇനി നിങ്ങളുടെ കൂടെ താമസിക്കുന്നതെന്ന്. പെട്ടെന്ന് ഞങ്ങളങ്ങോട്ട് തിരികെ ചെല്ലുമ്പോൾ എല്ലാവരും എന്താ തിരിച്ചു പോകുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്തോ മറുപടി പറയുമടി അവരോട്? അവർക്കൊക്കെ മുമ്പിൽ എനിക്കും അമ്മയ്ക്കുമൊക്കെ ഒരു നിലയും വിലയും ഉള്ളതടിയിലേക്ക്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. സരോജിനി വല്യമ്മയുടെ സഞ്ചയനത്തിന് ഞങ്ങളൊക്കെ തിരിച്ചു വരേണ്ടതല്ലേ? അതുകൊണ്ട് നമുക്ക് സഞ്ചയനം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ഞങ്ങൾ എവിടെ നിൽക്കണോ പോണോ എന്ന്. അതുവരെ എന്തായാലും ഇതുപോലെ അങ്ങ് പോകട്ടെ, അതല്ലേ നല്ലത്, അല്ലേ അമ്മേ? അവൻ എല്ലാവരെയും മാറി മാറി നോക്കി. സഞ്ചയനത്തിന് നിങ്ങളാരും ഇങ്ങോട്ട് വരണമെന്നില്ല. വേണമെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, അപ്പോൾ വന്നാൽ മതി. ശ്രീലേഖ അവനെ നോക്കി പറഞ്ഞു. അതുവരെ എല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്ന ശശാങ്കനും സന്തോഷ് കുമാറും മുൻപോട്ട് വന്ന് മനോഹരൻ്റെ ഇരുവശത്തു നിന്ന് അവൻ്റെ ചുമലിലും കൈയിട്ടു. ചേട്ടൻ വന്നേ, എല്ലാം ഞങ്ങൾ ചേട്ടന് പറഞ്ഞ് മനസ്സിലാക്കി തരാം, വാ. അവർ അവനെ മുന്നോട്ട് നടത്താൻ നോക്കിയെങ്കിലും മനോഹരൻ ബലം പിടിച്ചു നിന്നു. നിങ്ങളാരാ? നിങ്ങളെന്നെ എങ്ങോട്ടാ പിടിച്ചോണ്ട് പോകുന്നേ? മനോഹരൻ അവരെ പിടികിട്ടാതെ നോക്കി. വെറുതെ അലമ്പുണ്ടാക്കല്ലേ ചേട്ടാ, ഇന്നൊരു സംസ്കാരം നടന്ന വീടായത്. ഇവിടെ നിന്ന് ആൾ കളിക്കാൻ നോക്കിയാൽ നിന്നെ തൂക്കിയെടുത്ത് ഞങ്ങൾ വെളിയിൽ കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട. നിൻ്റെ ശരീരം വേദനിക്കേണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിൻ്റെ അമ്മയെയും വിളിച്ചും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്. പെട്ടെന്ന് ഇറങ്ങിക്കോണം. നീയും നിൻ്റെ അമ്മയും ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന ശ്രീലേഖ ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം. കേട്ടോടാ പുന്നാരമോനെ? ഓട്ടോ ഓടിച്ച് താമ്പിച്ച് തൻ്റെ കൈകൊണ്ട് സന്തോഷ് അവൻ്റെ തോളിൽ ശക്തമായി അമർത്തി. മനോഹരൻ വേദനയോടെ വായ പിളർന്നു. ചേട്ടന് മനസ്സിലായല്ലോ എല്ലാം അല്ലേ? ശശാങ്കൻ ചോദിച്ചു. ഹായ്. എന്നാൽ അമ്മയും കൂട്ടി നേരം ഇരുട്ടുന്നതിന് മുമ്പേ വീട് പിടിക്കാൻ നോക്ക്. അമ്മ വന്നില്ലേ ഞാൻ എന്തോ ചെയ്യും? ഞാൻ പൊക്കോളാം. പോരാ, അവരെയും കൂടെ വാരി കെട്ടിക്കൊണ്ട് പൊയ്ക്കോണം. ഇവിടെ ആർക്കും നിൻ്റെ അമ്മയും കൊണ്ട് ഒരാവശ്യവുമില്ല. അവർ അവൻ്റെ തോളിൽ നിന്നുള്ള പിടിവിട്ടതോടെ മനോഹരൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, പോവാം. തിരിഞ്ഞു നോക്കിക്കൊണ്ട് പേടിയോടെ മനോഹരൻ പറഞ്ഞു. പോവാനോ? എങ്ങോട്ട്? നീ പൊക്കോ. അമ്മ വരുന്നില്ല. അവർ തലവെട്ടിച്ചു. എന്തിനാ ചേച്ചി വെറുതെ നമ്മളോട് താല്പര്യമില്ലാത്ത വീട്ടിൽ നിൽക്കുന്നത്? അതും നിർബന്ധം പിടിച്ച്? കോമളം അവരോട് ചോദിച്ചു. താല്പര്യമില്ലാത്ത വീടോ എന്ന് നിന്നോട് ലേഖ പറഞ്ഞോ? എന്തിനാ പറയുന്നത്? അതിൻ്റെ സംസാരം കേട്ടാൽ അറിയില്ലേ നിങ്ങളിവിടെ നിൽക്കുന്നത് അവർക്കിഷ്ടമല്ലെന്ന്. അവിടെ ഇഷ്ടം നോക്കിയിട്ടാണോ നിങ്ങളെല്ലാം ഇവിടെ കൂടി നിൽക്കുന്നത്? ആണോടി? ഞാനേ അവിടെ അപ്പച്ചിയാ. നീയൊക്കെ എന്ത് പറഞ്ഞാലും അവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇനി ഞാനേ ഉള്ളൂ. ശകുന്തള അപ്പച്ചി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഞങ്ങളുടെ കാര്യം നോക്കി അപ്പച്ചി ബുദ്ധിമുട്ടണ്ട. ഇത്രയും കാലം അപ്പച്ചി നോക്കിയിട്ടല്ല ഞങ്ങൾ ജീവിച്ചത്.
നിങ്ങളിവിടെ നിന്ന് നിങ്ങളുടെ മകനെയും കൂട്ടി ഇറങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ചേച്ചിയല്ല പറയുന്നത്, സുനിതയാണ്, ഓർത്തോ. സുനിതയുടെ ഭാവം കണ്ട് മനോഹരൻ ഭയന്നു പിന്നോട്ട് മാറി. അപ്പോൾ ചേട്ടത്തിയും അനിയത്തിയും കരുതിക്കൂട്ടി തന്നെ അല്ലേടി? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? ഞാനിവിടെ നിന്നാൽ നിൻ്റെയൊന്നും കൊള്ളരുതായ്മകൾ നടക്കത്തില്ലല്ലോ അല്ലേ? പ്രായം തികഞ്ഞ രണ്ടെണ്ണത്തിനെ ഒറ്റയ്ക്കാക്കരുതല്ലോ എന്നൊരു മനസ്സാക്ഷി കാണിച്ചപ്പോൾ അവളുമാർക്ക് എന്നെ പുല്ലുവില. നാണം കെട്ടവളുമാർ. നിൻ്റെയൊക്കെ അഴിഞ്ഞാട്ടത്തിന് നാട്ടുകാർ തന്നോളുമടി, നോക്കിക്കോ. നാടൊട്ടുക്കിന് പേര് കേൾപ്പിച്ചവളല്ലടി മൂത്തത്. നീയും ഇറങ്ങിക്കോടി അവിടെ പുറകെ ചേറ്റകൾ. ശകുന്തളയപ്പച്ചി പറഞ്ഞു നിർത്തിയതിന് മുൻപേ കവിളത്ത് അടിപൊട്ടി. ചേറ്റത്തരം പറയുന്ന പെണ്ണുമ്പിള്ളെ, ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങളൊരു മകളുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമായിരുന്ന തള്ളെ? കോമളം കൈകുടഞ്ഞുകൊണ്ട് പറഞ്ഞു. എടി! അടിയേറ്റ കവിൾ പൊത്തിക്കൊണ്ട് അവർ പല്ലുകൾ ഞെരിച്ചു. ഒരടി അവിടുന്ന് മുൻപോട്ട് വെച്ചാൽ അടുത്ത കവിളത്തും ഞാൻ തരും. കുറെ നേരമായി ക്ഷമിച്ചു നിൽക്കുന്നു. വേണ്ടാന്ന് വെച്ചപ്പോൾ വാങ്ങിച്ചു കൂട്ടാതെ പോകില്ല പോലും. എൻ്റെ അമ്മയെ തല്ലിയോടി നീ. മനോഹരൻ ഓടി വന്നപ്പോൾ കോമളം അവന് നേർക്ക് വിരൽ ചൂണ്ടി. ആണാണെന്നൊന്നും നോക്കില്ല, അടുത്തോട്ട് വന്നാൽ ചെകിട് അടിച്ചു പൊട്ടിക്കും ഞാൻ. അമ്മയെ വിളിച്ചോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നാട്ടുകാർ വലിച്ചിട്ട് ചവിട്ടിക്കൂട്ടും രണ്ടിനെയും. നീ ഇതിനെ അനുഭവിക്കുമോടി? ശകുന്തളയപ്പിച്ച് പല്ലുകൾ ഞെറിമിക്കൊണ്ട് ശ്രീലേഖയെ നോക്കി പറഞ്ഞു. ചേച്ചി മാത്രമല്ല, ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഭവിച്ചോളാം. അതിനിടയിലേക്ക് പങ്കുപറ്റാൻ അപ്പച്ചിയും മക്കളും വരണ്ട, പോരെ? ശകുന്തളയപ്പച്ചിയും കൊണ്ട് വന്ന് 1-2 ബാഗുകൾ സുനിത കൊണ്ടുവന്ന് അവരുടെ കാൽച്ചുവട്ടിൽ വെച്ച് കൊടുത്തു. പിന്നെ അവൾ തിരിഞ്ഞു ശ്രീലേഖയുടെ അടുത്ത് വന്നു നിന്നു. സർവരും ഒരു കോട്ട പോലെ നിരന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ പിൻവാങ്ങുകയില്ലാതെ തരമില്ലെന്ന് ശകുന്തളയപ്പച്ചിക്ക് മനസ്സിലായി. തുടരും കഥയുടെ അടുത്ത ഭാഗം.